ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുജീസ് വേൾഡ്. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ പോപ്കോൺ തയ്യാറാക്കാം. നല്ല അടിപൊളി സ്വാദിഷ്ടമായ ചിക്കൻ പോപ്കോൺ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിലേക്കായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചില്ലി ഫ്ലേക്സ് വേണം, കുരുമുളക്, സോയാ സോസ് വേണം, പിന്നെ ഗരം മസാല പൗഡർ, മൈദ പൗഡർ, അതുപോലെ തന്നെ കോൺഫ്ലോർ, പിന്നെ കുറച്ച് വിനാഗിരി. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഈ പൊടികളെല്ലാം ചേർത്ത് സോയാ സോസും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല പോലെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നന്നായി കുഴച്ച് യോജിപ്പിച്ച് വെക്കാം. ഇത് ഞാൻ തലേദിവസമാണ് രാത്രി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെക്കാവും കൂടുതൽ നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 3 മണിക്കൂർ 2-3 മണിക്കൂർ വയ്ക്കാം. ഇനി നമുക്ക് ഈ പോപ്കോൺ ഉണ്ടാക്കുന്നതിന് വേണ്ട പൗഡർ തയ്യാറാക്കാനായിട്ട് കുറച്ച് മൈദ പൗഡർ ആവശ്യത്തിനുള്ള 2 സ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 വലിയ സ്പൂൺ മൈദ പൗഡറിൻ്റെ കൂടെ ഒരു 3 വലിയ സ്പൂൺ ഓട്സ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പൗഡർ കുറവാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർക്കാം. മൈദ പൗഡറും ഓട്സും നല്ല പോലെ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഓണിയൻ പൗഡർ ചേർത്താൽ നന്നായിരിക്കും, ഗാർലിക് പൗഡറും ചേർത്താൽ നന്നായിരിക്കും കേട്ടോ. പൗഡറിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കണും ബോൺലെസ് ചിക്കൻ എടുത്ത് നല്ല പോലെ അതിലേക്ക് മിക്സ് ചെയ്ത് പൗഡറിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് നീക്കി വയ്ക്കാം. ഞാൻ കുറച്ച് നീക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് വരട്ടി നീക്കി വയ്ക്കാം. പൗഡർ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ പൊടിച്ചു. നമ്മുടെ ആവശ്യത്തിനായിട്ട് എടുക്കാം. ചിക്കൻ്റെ അളവനുസരിച്ച് നമുക്ക് പൗഡർ എടുക്കാം. ഗാർലിക് പൗഡർ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. പൗഡറിൽ കുറച്ച് ഗാർലിക് പൗഡർ ചേർത്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് വരുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ബട്ടർ, ഒരു പാനിൽ ബട്ടർ ചൂടാക്കിയിട്ടുണ്ട്. ബട്ടർ ഓയിൽ എന്താണോ നമുക്ക് ഇഷ്ടം അത് ചൂടാക്കാം. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഓരോ ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ചിക്കൻ പോപ്കോൺ. എല്ലാവരും ചെയ്ത് നോക്കണം. ശരിക്കും നമ്മുടെ KFC സ്റ്റൈലാണ് കേട്ടോ. അത് KFC സ്റ്റൈലിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത്ര ടേസ്റ്റിയാണ്. നമുക്ക് എന്താ പറയുക, ഒരു തൈര് കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും നല്ലതാണ് കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ വിനാഗിരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തൈര് ചേർത്തിയാലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്തിട്ട് കുറച്ച് ചെറിയൊരു പുളിരസം, നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല അതിലേക്ക്. തക്കാളിയായിട്ടോ സോസായിട്ടോ വേറെ നമ്മൾ സോസ് കൂട്ടി കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിനാഗിരിയാണ് ചേർത്തത്. തൈര് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. നമ്മുടെ ചിക്കൻ പോപ്കോൺ എല്ലാം നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അപ്പോൾ? എല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ചെയ്തു നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും അമർത്താൻ മറക്കല്ലേ. താങ്ക് യു.